ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധം ദൃഢമാകുന്നതിന് അവർ പരസ്പരം സംസാരിക്കുമ്പോൾ, അവർ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എവിടെയാണ് സ്പർശിക്കേണ്ടത്, ആ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സംസാരിക്കുന്ന കാര്യത്തിൽ കൂടുതൽ അതിന് ഫീൽ ചെയ്യാനായിട്ട് GV14 എന്നൊരു പോയിന്റ് അക്യുപ്രഷറിലുണ്ട്. ഈ പോയിന്റിന്റെ സ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ കഴുത്തിന് താഴെ ഈ മുതുകുവശം എന്ന് പറയുന്നത്. ഞാൻ ഈ ഫോട്ടോ ഇടുന്നുണ്ട്, ഈ ഫോട്ടോയിൽ കാണുന്ന പോയിന്റാണ്. ആ പോയിന്റിൽ നമ്മൾ പരസ്പരം സ്പർശിച്ചുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ പറയുന്ന കാര്യത്തിൽ കുറച്ചുകൂടി ഫീല് രണ്ടുപേർക്കും അനുഭവപ്പെടും. ഇത് ഭാര്യ ഭർത്താക്കന്മാർക്ക് മാത്രമല്ല, മക്കളോടും സഹോദരങ്ങളോടൊക്കെ സംസാരിക്കുമ്പോൾ ഇങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ, ഈ പോയിന്റ് ഇങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സ്പൈനൽ കോഡ്, മെഡുല ഒബ്ലാങ്കട്ട, ബ്രെയിനായിട്ട് ബന്ധപ്പെടുന്ന ഒരു പോയിന്റാണ്. ആ പോയിന്റ് ഇങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഫീൽ ചെയ്യും, നമ്മൾ പറയുന്ന കാര്യത്തിൽ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യും. പരിശുദ്ധ ഖുർആനില് ഭാര്യ ഭർത്താവ് എന്നല്ല, ഇണകൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്രവാചകന്റെ മകളാണ് ഫാത്തിമ ബീവി. ഫാത്തിമ ബീവിയുടെ ഭർത്താവാണ് അലി റളിയല്ലാഹു അൻഹു. ഒരിക്കൽ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് കേട്ടുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു ഇരിക്കുന്നുണ്ട്. അപ്പൊ സൂറത്ത് ഇങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സൂറത്തുൽ നിസായിലെ 3-ാമത്തെ വചനം എത്തും. ഇങ്ങനെ വായിച്ച് മൂന്നാമത്തെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു പുരുഷന് 4 സ്ത്രീകളെ വേണമെങ്കിൽ വിവാഹം കഴിക്കാമെന്നുള്ളൊരു സൂറത്തിന്റെ വചനങ്ങളാണ്. ഈ സ്ഥലത്ത് കഴിഞ്ഞപ്പോ ഫാത്തിമ ബീവി ഭർത്താവോടെ ഇരിക്കുന്നത് കൊണ്ട് കുറച്ച് പതുക്കെ ആണ് പാരായണം ചെയ്യുന്നത്. ഇത് കൃത്യമായിട്ട് ഭർത്താവായിട്ടുള്ള അലി റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായി. അലി റളിയല്ലാഹു അൻഹു അത് കഴിഞ്ഞ് ഫാത്തിമാബിയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ ഭാര്യയായ ഫാത്തിമ ബീവി ഈ 4 ഭാര്യമാരെക്കാൾ തുല്യമാണ്. അതായത് കഴിക്കാവുന്ന 4 ഭാര്യമാരെക്കാൾ തുല്യമാണ് എൻ്റെ പ്രിയ പത്നി, എൻ്റെ ഭാര്യ, എൻ്റെ ഇണ എന്നൊക്കെ ഒരു ഭർത്താവ് തുറന്ന് ഒരു ഭാര്യയോട് പറയുന്നു എന്നുള്ളതാണ്. ഈ പ്രണയം എന്ന് പറയുന്നത് നമ്മൾ പ്രായം കൂടുന്തോറും കൂടേണ്ടതാണ്. പല വീടുകളിലും അങ്ങനെയല്ല, സംസാരം കുറയും. ഈ പ്രണയം ഭാര്യ ഭർത്താക്കന്മാര് പ്രായം കൂടിയാലും നിറഞ്ഞു നിൽക്കണം. ആ വെളിച്ചം, ആ വർണ്ണ തിളക്കം ആ വീട്ടിലും മക്കൾക്കും എല്ലാം അനുഭവപ്പെടുന്നതാണ്. ഓക്കെ, താങ്ക് യു.